നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, വലിയ വലിയ അറസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർ, അമ്പലക്കള്ളന്മാർ, ദേവസ്വം ബോർഡ് കള്ളന്മാർ, സഖാക്കൾ കള്ളന്മാർ, കേരളത്തെ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കേറിക്കൊണ്ട് ഓരോ ഹിന്ദുവിന്റെയും, ഇവിടുത്തെ അടിമ ഹിന്ദുവായിട്ടുള്ള, മണ്ടൻ ഹിന്ദുവായിട്ടുള്ള, ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം വ്രതത്തിലായിരുന്നുകൊണ്ട്, ശബരിമല നോമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലമായതുകൊണ്ട് ഇതിലൊന്നും അധികം ഞാൻ പറയുന്നില്ല. എം പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി, ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന അത്ര കണ്ട് ഒരുത്തൻ, വലിയ പ്രമുഖൻ, അവനിന്ന് പൂജപ്പുര സബ് ജയിലിൽ ഉണ്ട തിന്നാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അത് പിണറായി വിജയന്റെയോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ മിടുക്കുകൊണ്ടല്ല. ഇവിടെ കണ്ണീരോടുകൂടി, ഹൃദയം നൊന്തുകൊണ്ട്, അതല്ലെങ്കിൽ അത്ര കണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് ഭക്തർ വിളിച്ച അയ്യപ്പസ്വാമിയുടെ കഴിവ് ഒന്നുകൊണ്ട് തന്നെയാണ്, വിശ്വാസം കൊണ്ട് തന്നെയാണ് ഓരോ വിശ്വാസികളും ഇവിടെ കണ്ണീരൊഴുക്കിയതിന് കണക്കില്ല. ഏതായിരുന്നു ആ ദിവസം? 2019 ജനുവരി 2 എന്ന് പറയുന്ന ഒരു ദിവസം, 2019 ജനുവരി 2-ന് പുലർച്ചെ 3:45 നേരത്ത് ബിന്ദു അമ്മണി, കനകദുർഗ എന്ന് പറയുന്ന രണ്ട് സാമാനങ്ങളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് ഇവിടെ ആചാര ലംഘനം നടത്തിയ പിണറായി സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ ഡേഷ് സർക്കാർ, ശബരിമല നോമ്പായതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ആ ഡേഷ് സർക്കാരെ ഏതൊക്കെ ഭാഷ കൊണ്ടാണ് വിളിക്കേണ്ടത് എന്ന് ഇന്ന് വിശ്വാസികൾക്ക്, ഭഗവാൻ ഇവിടെയാണോ നിന്റെയൊക്കെ ഭഗവാൻ ഇരിക്കുന്നതെന്ന് ഗുരുവായൂരിന്റെ നടയിൽ നിന്നുകൊണ്ട് ചോദിച്ച പിണറായി വിജയനോട് പച്ചയ്ക്ക് പറയാനുള്ളത്, പിണറായി വിജയ, എടാ കണ്ണൂരിലെ ഈ പറയുന്ന രാഷ്ട്രീയ കൊലക്കേസിലെ, ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന, പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിട്ടയക്കപ്പെട്ടെങ്കിലും ഇന്നും തലശ്ശേരി കോടതിയുടെ റെക്കോർഡ് റൂമിൽ ഉണ്ട് പിണറായി വിജയൻ ഈ മഴ കൊണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനെ വെട്ടി കൊന്നതിന്റെ പ്രതിപട്ടികയിൽ പിണറായി വിജയന്റെ പേര്. പിണറായി വിജയനെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലും ഈ ലോകം ഒന്നടങ്കം പിണറായി വിജയനെ അറിയും. എങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് വരെയുള്ള അയാളുടെ കയ്യിൽ പുരണ്ട ആ രക്തക്കറ ഓരോ മലയാളിക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് ചുമലിങ്ങനെ കുനിഞ്ഞുകൊണ്ട് തലകുമ്പിട്ട് ഇങ്ങനെ നടക്കുന്ന പിണറായി വിജയ, ഇത് നീ വെറുതെ നടക്കുന്നതല്ല. നീ വാങ്ങിക്കൂട്ടിയ ശാപങ്ങൾ, മനുഷ്യശാപമായാലും ദൈവശാപമായാലും അതിന് കയ്യും കണക്കുമില്ല പിണറായി വിജയ. 2019 ജനുവരി 2-ന് ഇവിടെയുള്ള ഓരോ ഹൈന്ദവ വിശ്വാസികളും കണ്ണീരൊഴുക്കി ഹൃദയം പൊട്ടി നിന്നെ ശപിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയ, നീ ഈ പറയുന്ന ഈ മണ്ണിൽ തന്നെ സ്വർഗവും നരകവും ശരിക്ക് അനുഭവിച്ചിട്ടേ പോവുള്ളൂ. നിന്റെ കുനിഞ്ഞു പോയിട്ടുള്ള ചുമലുണ്ടല്ലോ, ആ ചുമല് കുനിയാനുള്ള കാരണം എന്തെന്ന് നിനക്കറിയാമല്ലോ പിണറായി വിജയ, ഞങ്ങൾക്കും അറിയാം പിണറായി വിജയ. PC ജോർജ് പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് സകല ലോകത്തുള്ള ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന നീ ഇന്നിവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ പ്രതിപട്ടികയിലേക്ക് നീ നീങ്ങുന്ന രീതിയിലേക്ക് ഇന്ന് ഈ നാട്ടിൽ കൃത്യമായിട്ടും നിയമവും നീതിയും നടപ്പിലാക്കിയിരിക്കുന്നു. ആര് ഭരിക്കുന്ന? പിണറായി വിജയനോ, പിണറായി വിജയന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് അല്ല. ഇവിടത്തെ ഹൈക്കോടതി എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം എണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ബ്രോക്കർ ആയാലും വൃത്തികെട്ട ആ മനുഷ്യ ജന്മം പോറ്റി എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തെ പോലും നാണം കെടുത്തി സ്വർണം കട്ട കള്ളൻ, മഹാകള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിലേക്ക് പോയിരിക്കുന്നു. ശബരിമലയിൽ വലിയ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ആയിരുന്നു മുരാരി ബാബു. അതിനു മുൻപും ക്ഷേത്ര സ്വർണം കട്ട്, അവന്റെ കഴുത്തിൽ വലിയ ഈ നായച്ചങ്ങല പോലെ സ്വർണ്ണ ചങ്ങലയും ഇട്ട് നടന്ന് നാണവും മാനവും ഉളുപ്പുമില്ലാതെ ക്ഷേത്രം മുതൽ കട്ട വെറും കള്ളനായിരുന്നു മുരാരി ബാബു. ആ മുരാരി ബാബു ആദ്യം കട്ടതും തെളിഞ്ഞിട്ടും അയാളെ വീണ്ടും പ്രമോഷൻ നൽകി ശബരിമലയിലേക്ക് ആര് എത്തിച്ചു എന്നത് ഏറ്റവും എത്തിച്ച് അവസാനം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കടകംപള്ളിയിലേക്കും പിണറായി വിജയനിലേക്കും അത് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം 2019 ജനുവരി 2-ന് ഓരോ വിശ്വാസി ഹിന്ദുവും കരഞ്ഞ കണ്ണീരിന് കണക്കില്ല വിജയ. നിനക്കുള്ളത് അയ്യപ്പ ഭഗവാൻ തന്നുകൊണ്ടേ ഇരിക്കുന്നു വിജയ. ഹൈക്കോടതി എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥയുടെ കേരളത്തിലെ ഉന്നത ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിനക്കുള്ള പണി പച്ചയ്ക്ക് തന്നുകൊണ്ടിരിക്കുകയല്ലേ പിണറായി വിജയ.
നാണവും മാനവും ഉണ്ടോടോ എൻ വാസു എന്ന് പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന മൊട്ട തലയനുണ്ടല്ലോ, ഇന്ന് ഉണ്ട നിന്ന് കിടക്കുക. എന്തിനാ? മോഷണം നടത്തിയതിന്, കട്ടതിന്. ഹിന്ദുവിന്റെ അമ്പലത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന പദവി നേടി പിണറായി വിജയൻ കയറ്റിവിട്ട് അവിടെയുള്ള സകലമാന സ്വർണവും കട്ട് ഇവിടേക്ക് എത്തിച്ചു കൊടുത്തു. അല്ലെങ്കിലും പിണറായി വിജയന് സ്വർണം എന്നങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും കമഴ്ന്ന് അങ്ങോട്ട് വീഴുന്ന ഒരു സൂക്കേടുണ്ട്. എന്തായാലും പിണറായി വിജയ, നിന്റെ ആ സൂക്കേടിന് എണ്ണി അയ്യപ്പ ഭഗവാൻ, നീ ചോദിച്ചില്ലേ ഗുരുവായൂർ നടയിൽ നിന്നുകൊണ്ട് ഒരിക്കൽ ഇവിടെയാണോ നിന്റെയൊക്കെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന്? അതേടോ, ഞങ്ങളുടെയൊക്കെ കൃഷ്ണൻ അവിടെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ അയ്യപ്പ സ്വാമി ശബരിമലയിലായിരിക്കുന്നത്. അതിന്റെയൊക്കെ ദൃക്സാക്ഷ്യമായിട്ട് നിനക്കൊക്കെ അന്ധവിശ്വാസിയാണല്ലോ നീയൊക്കെ. പിന്നെ എന്തിനാടോ ദേവസ്വം ബോർഡ് എന്ന ബോർഡും വെച്ചുകൊണ്ട് ഈ അയ്യപ്പ സ്വാമിയായാലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല എടുത്തുകൊണ്ട് ഈ ഹിന്ദുവിന്റെ ധനം കട്ടുമുടിക്കുന്ന ഈ ഞങ്ങളുടെയൊക്കെ അപ്പിവാരി തിന്നൂടേടാ വൃത്തികെട്ട ജന്തുക്കളെ നിനക്കൊക്കെ എന്ന് ഓരോ വിശ്വാസിയും ചോദിക്കേണ്ടതുണ്ട്. പച്ചയ്ക്ക് ഇനി വരാനിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പിണറായി വിജയൻ ഇന്ന് കൊടുക്കാനുള്ള സകലമാന ആനുകൂല്യങ്ങളും, ഒരുപാട് വിധവാ പെൻഷൻ, വ്യത്യസ്ത രീതിയിലുള്ള പെൻഷനുകൾ, അതിലൊക്കെ കുറച്ച് സംഖ്യ കൂട്ടിക്കൊണ്ട് വാരിക്കോരി കൊടുക്കുന്നുണ്ട് മക്കളെ. ആ കിട്ടുന്ന നക്കി ഇനി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ അമ്പലക്കള്ളന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് കുത്തുന്ന ഓരോ ഹിന്ദുവും മനസ്സിലാക്കിക്കോ. നിന്റെയൊക്കെ പൂജാമുറിയിൽ കുറെ ഭഗവാന്മാരുടെ ചിത്രവും വെച്ചുകൊണ്ട് നീയൊക്കെ ഡെയിലി നിലവിളക്കും വെച്ച് പൂജിക്കുന്നുണ്ടല്ലോ, നിലവിളക്കും വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ ഭഗവാന്മാരുടെ സ്വർണം കട്ട ഈ കള്ളന്മാരെ, ഈ കൊള്ളക്കാരെയാണ് നീ വിജയിപ്പിക്കാൻ പോകുന്നത്. എൻ വാസുവിൽ നിന്നോ? എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മുരാരി ബാബു എന്തായിരുന്നു പറഞ്ഞത്? എല്ലാം അയ്യപ്പ സ്വാമി ചെയ്യും, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുരാരി ബാബു പറഞ്ഞു. മുരാരി ബാബുവിനെ എടുത്തിട്ട് ഹൈക്കോടതി ഇട്ട് പെരുക്കിയിട്ട് SIT പറഞ്ഞു. SITയിലുള്ള കേരള പോലീസിലുള്ള പോലീസുകാരോട് പറഞ്ഞു, മക്കളെ പോയി ഈ പറയുന്ന ഈ മുരാരി ബാബുവിനെ എടുത്ത് 4 ഉണ്ട കൊടുക്ക്, നിന്റെയൊക്കെ ഭാഷയിൽ കൊടുത്ത് ഉള്ളിലേക്ക് ഇടടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ഏമാന്മാരെ എടുത്തുകൊണ്ട് ഇവനെ ഉള്ളിലേക്ക് ഇട്ടു. പിന്നെയോ അടുത്തത് എൻ വാസു മുരാരി ബാബു ഉള്ളിൽ പോയപ്പോ എൻ വാസുവിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, അല്ല വാസുകേട്ടാ വല്ലതും നടക്കുവോ, നിങ്ങളുടെ ഉള്ളിൽ പോവുമോ എന്ന് ചോദിച്ചു. അപ്പൊ വാസുകേട്ടൻ പറയാ, കൊച്ചാട്ടൻ പറയാ, ഞമ്മളൊന്നും ഉള്ളിൽ പോവൂല, ഞമ്മളൊന്നും ചെയ്തിട്ടില്ല, അയ്യപ്പ സ്വാമി വിധിക്കട്ടെ എന്നുള്ളത്. അയ്യപ്പ സ്വാമി വിധിച്ചു. മൊട്ട ഈ കൊള്ളക്കാരൻ, സ്വർണം കട്ട, മോഷ്ടാവ്, കള്ളൻ, പെരുങ്കള്ളൻ എൻ വാസു ഉണ്ട തിന്നുന്നു. അതിനുശേഷം ഇതോടുകൂടി നമ്മുടെ പത്മകുമാറിന് വിറ തുടങ്ങി. പത്മകുമാർ എന്താ പറഞ്ഞത്? ഞാനൊന്നും കട്ടിട്ടില്ല, അയ്യപ്പ സ്വാമി എല്ലാത്തിനും സാക്ഷിയാണ്, ഞാൻ ഒരിക്കലും ഉള്ളിൽ പോവില്ല. നിങ്ങൾ കണ്ടു അയ്യപ്പ സ്വാമി നീതി അതല്ലെങ്കിൽ ന്യായം നടപ്പിലാക്കുമെന്ന്. അതേടാ പത്മകുമാറെ, നീ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ SDPI പോയാൽ പോലും BJPയിലേക്ക് നീ പോവില്ല എന്ന് വലിയ പത്രപ്രസ്താവനയൊക്കെ നടത്തിയല്ലോ. ആരാടോ കള്ള, അമ്പലക്കള്ള, ക്ഷേത്രക്കള്ള, ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കൈയിട്ട് വാരി നക്കി കുടുംബം പോറ്റുന്ന കള്ളന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ, മഹാകള്ളനായിട്ടുള്ള പത്മകുമാറെ, നീ ഇന്ന് പൂജപ്പുര സെൻട്രൽ സബ് ജയിലിൽ ഉണ്ട തിന്നാൻ വേണ്ടി നിന്നെ കേറ്റിയില്ലടോ. നിനക്ക് പറ്റിയ പാർട്ടി SDPI തന്നെയാടോ. രാജ്യദ്രോഹവും കൊള്ളയും അഴിമതിയും രാജ്യത്ത് കലാപം നടത്താനും നടക്കുന്ന അമ്മാതിരി തീട്ട പാർട്ടിയാടോ നിനക്ക് നല്ലത്. അതുകൊണ്ട് നീ SDPയിൽ തന്നെ പോയാൽ മതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നിന്നാൽ മതി. BJPയിലേക്ക് കള്ളന്മാരെ എടുക്കുന്ന പരിപാടിയില്ല, കൊള്ളക്കാരെ എടുക്കുന്ന പരിപാടിയില്ല, രാജ്യദ്രോഹികളെ എടുക്കുന്ന പരിപാടിയില്ല. എല്ലാത്തിനെയും പിടിച്ച് ജയിലിൽ അടക്കും. തീഹാർ ജയിലിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടോ? ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഓടി നടന്നിരുന്ന മുസ്ലിം തീവ്രവാദികൾ, പോപ്പുലർ ഫണ്ടുകാരെ, രായ്ക്കു രാമാനം 1-2 ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നുകൊണ്ട് ഇവിടെ NIA പൊക്കിപ്പിടിച്ച് കൊണ്ടുപോയി തീഹാറിൽ അടച്ചപ്പോഴാ ഈ മലയാളികൾ അറിഞ്ഞത്, അയ്യോ നമ്മളെ തീവ്രവാദികളെ കൊണ്ടുപോയി എന്നുള്ളത്. പിന്നെയാണോ നീയൊക്കെ? അതുകൊണ്ട് പ്രധാനപ്പെട്ട 4 എണ്ണം ഉള്ളിൽ പ്രധാനികളല്ലാത്ത 2 എണ്ണവും, അങ്ങനെ 6 അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി കടകംപള്ളിയുടെ അവസ്ഥയാണ്, കടകംപള്ളിയുടെ അവസരമാണ്. കടകംപള്ളി തുടങ്ങിയിട്ടുണ്ട് തട്ടിമുട്ടലുകളൊക്കെ പറയാൻ വേണ്ടി. നോക്കൂ, ഗോവിന്ദൻ എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ ഈ പറയുന്ന വാസുവിനെയും ഈ പറയുന്ന പത്മകുമാറിനെയും ന്യായീകരിച്ച് എങ്ങനെയാ രംഗത്ത് വന്നതെന്ന് അറിയാമോ?
ഇവരൊക്കെ ആരോപണ വിധേയർ മാത്രമാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആരോപണ വിധേയർ എന്ന പട്ടികയിൽ പോലും പെടാതെ വെറും ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാംകിട തട്ടിപ്പുകാരെ മാത്രം തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഈ കേസ് പിണറായി വിജയൻ അവസാനിപ്പിക്കുമായിരുന്നു. പിന്നെ എന്തേ നടക്കാഞ്ഞത്? മറ്റൊന്നും കൊണ്ടല്ലെന്നേ നടക്കാഞ്ഞത്. ഹൈക്കോടതി ഇടപെട്ടു കൃത്യമായിട്ടും. ഹൈക്കോടതി പറഞ്ഞു പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതിന് മേൽനോട്ടത്തിന് റിട്ടയർ ചെയ്ത ജഡ്ജിമാരും റിട്ടയർ ചെയ്യാത്ത ജഡ്ജിമാരെയും വെച്ചു. അതിനനുസരിച്ച് ഹൈക്കോടതിയോട് മാത്രം റിപ്പോർട്ട് ബോധിപ്പിക്കാൻ പറഞ്ഞു. അതായത് പിണറായി വിജയനെ വിശ്വാസമില്ല, സർക്കാരിന് വിശ്വാസമില്ല, പോലീസ് ഏമാന്മാരെ വിശ്വാസമില്ല, നീയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഉത്തരവിടും, അതങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് എൻ വാസു ആയാലും പത്മകുമാർ ആയാലും ഈ പറയുന്ന മുരാരി ബാബു ആയാലും ഈ പ്രമുഖരെല്ലാം അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഇന്ന് ഉണ്ട തിന്നുന്നത് പൂജപ്പുര സബ് ജയിലിലും മറ്റു ജയിലുകളിലും. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം കട്ട് ജീവിച്ച് വയറ് വീർപ്പിച്ച് തന്റെ മക്കൾക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ സഹോദരങ്ങൾക്കും നക്കാൻ കൊടുത്ത് ശീലിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് ആസനത്തിൽ മുളച്ച ഒരാല് മാത്രമാണെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ എറിഞ്ഞു നൽകുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എറിഞ്ഞു തരുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് ഓരോ ഹിന്ദുവും ആ ഡേറ്റ് മറക്കും. ഏതാ ആ ഡേറ്റ്? ജനുവരി 2 എന്ന് പറയുന്ന 2019 ആ തീയതി മറന്നുകൊണ്ട് ഹിന്ദുവേ നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീണ്ടും ഭരണത്തിലേറ്റി. ഹിന്ദുവേ നീ ഇനിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് കുത്താൻ പോകുമ്പോൾ നീ ചിന്തിക്കുക, ഈ നാട്ടിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല. അവർക്ക് ഇസ്ലാമിക ജിഹാദികൾ മുസ്ലിം ഭീകരന്മാർ മാത്രമാണ് അവരുടെ മുൻപിൽ ഈ കേരളത്തിൽ ജീവിക്കാൻ അർഹരായിട്ടുള്ളവർ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും അതൊക്കെ നിനക്ക് മുൻപിൽ ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കുമ്പോൾ അതിൽ വോട്ട് കുത്താൻ വേണ്ടി നീ പോകുമ്പോൾ വെളുക്ക ചിരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ്സുകാരും നിന്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കും. കൈപ്പത്തിയിൽ കുത്താൻ പറയും, അരിവാൾ ചിറ്റികയിൽ കുത്താൻ പറയും, പിന്നെ സ്വതന്ത്ര ചിഹ്നങ്ങളിൽ മത്സരിക്കുന്ന ഇടതും വലതുമുള്ള ചിഹ്നങ്ങളിൽ കുത്താൻ പറയും. പോയി കുത്തിക്കൊടടോ, നിന്നെ രക്ഷിക്കാൻ RSSഉം BJPയും അല്ലാതെ, ഹിന്ദുത്വ സംഘടനകളല്ലാതെ, കേന്ദ്ര സർക്കാർ അല്ലാതെ, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജി അല്ലാതെ വേറെ ആരാടോ ഉള്ളത്? അക്ഷരം തെറ്റാതെ ചോദിക്കട്ടെ, ആരെ കണ്ടിട്ടാടോ നീയൊക്കെ കളിക്കുന്നത് ഹിന്ദുവേ? ഇവിടെ മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന ഹിന്ദുവേ, മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനിക്ക് ഇന്ന് ഒരുപാടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യാനി അതുകൊണ്ട് തന്നെയാണ് കൂട്ടത്തോടെ വോട്ട് ചെയ്ത് സുരേഷ് ഗോപി സാറിന് ജയിപ്പിച്ചതെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ഇനിയും വെള്ളി വെളിച്ചം കാണാത്ത നിലാവെളിച്ചത്ത് കുറുക്കൻ ഓരിയിടുന്ന പോലെ ഞങ്ങൾ മതേതരന്മാരാണ്, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം എന്നും പറഞ്ഞ് ജിന്ദാബാദ് വിളിച്ച് നടക്കുന്ന പൊട്ടൻ ഹിന്ദുവേ, നീ മനസ്സിലാക്കിക്കോ, നിനക്ക് ആ രക്തമൊക്കെയുണ്ട്. നിന്റെ ഉള്ളിൽ ഹിന്ദു രക്തം തന്നെയാണ്, നിന്റെ ഉള്ളിൽ ഹിന്ദുവാണ്, നീ ഹിന്ദുവാണ്. മറ്റുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിലപാടെടുക്കാൻ അറിയുന്ന ഭരിക്കുന്ന ഭരണവർഗം ഇവിടെയുണ്ട്. പിന്നെയോ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് വർഗമുണ്ട്. നിനക്ക് ഏത് വർഗമാണോ ഉള്ളത്? ഏതെങ്കിലും ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നം വന്നാൽ ആരെങ്കിലും പിന്തുണയ്ക്കാനുണ്ടോടോ? ഇല്ലടോ. ഇവിടെ നമ്മൾക്കറിയാം, ഡൽഹിയിൽ അവസാനം പൊട്ടിച്ചു നമ്മുടെ മുസ്ലിം ഭീകരന്മാർ. അവർക്ക് മുൻപിൽ ഹിന്ദുവും ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്ന കാഫിറുകൾ മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് കാഫിറുകളെ കൊന്നൊടുക്കാൻ വേണ്ടി 3000-ലധികം വരുന്ന സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ച് മുസ്ലിം ഭീകരവാദികൾ ഇവിടെ അഴിഞ്ഞാടിയപ്പോൾ അതിനെ ന്യായീകരിക്കാനും ഹിന്ദു നാമധാരികൾ ഇറങ്ങിയില്ലേ? ക്രിസ്ത്യൻ നാമധാരികൾ ഇറങ്ങിയില്ലേ? കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.